ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. നമ്മുടെ അടിയനെ കുഞ്ഞുങ്ങൾക്കൊക്കെ തളിപ്പ് വരാൻ തുടങ്ങി. ഇനി നല്ല കിടുക്കാച്ച് വളങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ചെടികൾക്കൊക്കെ വളങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? പറഞ്ഞിരിക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കണം കേട്ടോ. രാവിലെ നന്നായിട്ട് ഡീപ്പായിട്ട് വാട്ടറിങ് ചെയ്തിട്ട് വൈകിട്ട് വേസ്റ്റ് വെള്ളങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടില്ലേ, നമ്മുടെ അരി കഴുകിയ വെള്ളം, പയറ് പരിപ്പെല്ലാം കഴുകിയ വെള്ളം, ഇറച്ചി ഫിഷ് എല്ലാം കഴുകിയ വെള്ളം, കഞ്ഞി വെള്ളം എല്ലാം എടുത്ത് വെക്കുക. അതിനകത്ത് കുറച്ച് ചാണകം ഇട്ട് വെച്ചിട്ട് കുറച്ച് നമ്മൾ ചാണകം ഇല്ലാത്തവരാണെങ്കിൽ ഗാർഡനിൽ പറിക്കുന്ന പുല്ലുകളോ ശീമക്കൊന്നയുടെ ലീഫുകളോ എന്ത് വേണമെങ്കിലും അതിനകത്ത് ഇടാം. വെജിറ്റബിളിൻ്റെ വേസ്റ്റ് അരച്ചിടാം. എങ്ങനെയായാലും എന്നിട്ട് അതിൽ നിന്ന് 1 കപ്പ് ഈ സ്ലറി എടുത്തിട്ട് 6 കപ്പ് 5 കപ്പ് 6 കപ്പ് സാധാ വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സമയം എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് ആഴ്ചയിൽ 1 വട്ടമെങ്കിലും ചെടികളുടെ ചുവട് ഇളക്കി കൊടുക്കണം. എന്നാലേ ഇങ്ങനെയുള്ള വെള്ളങ്ങൾ വേഗം കൊണ്ടുപോയി ഒഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെന്താ, പിന്നെ നമുക്ക് ചാരം പറപ്പിച്ച് കൊടുക്കാം നമ്മുടെ ചെടികൾക്ക്. ഞാനൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായോ? നിങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ചാരം ഇങ്ങനെ തരിയൊന്നും ഇല്ലാതെ നൈസ് പൗഡറായ ചാരമില്ലേ, അതെടുക്കുക. എടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വലിയ അരിപ്പ എടുക്കുക. അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിപ്പ ഇങ്ങനെ ചെടിയുടെ മുകളിൽ കൂടി ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ എല്ലാ ലീഫുകളിലും സ്റ്റമ്മുകളിലൊക്കെ ഈ ചാരം നമുക്ക് വീഴ്ത്താൻ പറ്റും. ചാരം പറപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ചെടികളുടെ ഒരുവിധപ്പെട്ട മുരടിപ്പും ചെറിയ ചെറിയ ചിത്രകീടങ്ങളും കുറേ അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. മാസത്തിൽ 1 വട്ടമെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്യണം. അതല്ല, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ 20 ദിവസം ഗ്യാപ്പിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ജൈവവളവും ജൈവ കീടനാശിനിയുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചാരം പറപ്പിക്കലും കൂടി ഇതിൻ്റെ കൂടെ ചെയ്താൽ സൂപ്പറായിട്ട് വരും നമ്മുടെ ചെടികൾ. പിന്നെ കുറേ കൂട്ടുകാർക്ക് ഇപ്പോഴും വിശ്വാസമാകുന്നില്ല എൻ്റെ ചെടികൾക്ക് ഞാൻ ജൈവവളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നതെന്ന്. അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല എന്ന്. പിന്നെ പൈസ കൊടുത്ത് വാങ്ങുന്നത് സാഫ് വാങ്ങും, എപ്സം സോൾട്ട്, സ്യൂഡോമോണസ് അതൊക്കെ വാങ്ങും. പിന്നെ നമ്മുടെ കിച്ചണിലുള്ള വിനാഗിരി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇതൊക്കെ തന്നെ എൻ്റെ ചെടികളുടെ വളങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ട് സക്സസ് ആയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പൈസ കൊടുത്ത് വാങ്ങിച്ച വളങ്ങളെല്ലാം എത്ര രൂപ കൊടുത്താലാണ് നമുക്ക് കിട്ടുന്നത്? എനിക്ക് പറ്റത്തില്ല മക്കളെ. ഞാൻ മരുന്ന് വാങ്ങണ പൈസയിൽ നിന്നാണ് ചെടികൾ തന്നെ വാങ്ങുന്നത്. പിന്നെ വളങ്ങളും കൂടി വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസയും ഇല്ലെന്താനും ഞാൻ വാങ്ങത്തില്ല. പിന്നെ അങ്ങനെ വാങ്ങുന്ന കെമിക്കൽ വളങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് നല്ലതല്ല. ചെടികൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ജൈവവളങ്ങളാവുമ്പോൾ കുറച്ച് സ്ലോലി റിലീസിങ് ആയാലും ചെടികൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ എന്ന് മുതലാണോ ചെടികൾ വളർത്താൻ തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ ഇങ്ങനെയുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് പിന്തുടർന്നാൽ മതി. എനിക്കൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ ചെടികളാണ്. നിങ്ങൾക്ക് ആരോഗ്യത്തോടെ നിങ്ങളുടെ കൂടെ അവർ എന്നും ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പിന്നെ ജൈവവളവും ജൈവ കീടനാശിനിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടണം. നമ്മൾ നാവടക്കി പണിയെടുക്കണം മക്കളെ. നിങ്ങളെ ഞാനൊരു കൂട്ടം കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ചാക്കും ഇത് കണ്ടോ ജാറൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ വേസ്റ്റാണ്. ഗാർഡനിലെ പുല്ലുകളും പിന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഇട്ട് കെട്ടി വെച്ചേക്കുക. ഇത് കണ്ടോ, ഈ സ്ലറി കണ്ടോ, വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഇട്ട് വെച്ചേക്കുക. ഇത് 2 ദിവസത്തെ വെള്ളമാണ്. ഇനി ഇതിൻ്റെ കൂടെ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളം എല്ലാം ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് 1 കപ്പിന് 5 കപ്പ് ഇരട്ടി വെള്ളം, അതല്ലെങ്കിൽ 6 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ചെടികളുടെ ചുവട് ഇളക്കി കൊടുക്കും. അത് ഇത്ര സമയമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കിട്ടും, ഓടിക്കൊണ്ടേ ചുവട്ടിലൊഴിക്കാൻ പറ്റും. അപ്പോൾ
അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചെടികൾക്ക് എനിക്ക് ഇത്രയും നന്നായിട്ട് എൻ്റെ ചെടികൾ ഒരുവിധം ഒത്തിരി നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും ആരോഗ്യത്തോടെ വളർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനേലും കൂടുതൽ ചെയ്യാൻ പറ്റും. കാരണം വയ്യാത്ത ഞാൻ ഇത്രയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനാവില്ലേ? നമുക്ക് മനസ്സ് വേണം മക്കളെ, താല്പര്യം വേണം എല്ലാത്തിനും. ഒരു ചെടികൾ കൊണ്ടുവന്നിട്ട് സ്വിച്ചിട്ട് വെച്ചിട്ട് കയ്യും കെട്ടി നോക്കി നിന്നതിലൊന്നും ചെടികളാവില്ല. നന്നായി പണിയെടുക്കണം. അതായത് ഞാൻ പറയുന്ന പോലെ നാവടക്കി പണിയെടുക്കണം. 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് നമ്മുടെ ചെടികൾക്ക് ആരോഗ്യത്തോടെ വളർത്താനുള്ള വളമാക്കി മാറ്റിയെടുക്കാം. പരിസരവും വൃത്തിയാകും, നമ്മുടെ ചെടികളും ആരോഗ്യമാവും, നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും ചെടികളുടെ ചുവട്ടിൽ കൂടിയൊക്കെ ഒന്ന് നടക്കുക കിട്ടണ സമയത്ത്. എപ്പോഴും അതിൻ്റെ ചുവട്ടിൽ പോകണമെന്നല്ല, കിട്ടണ സമയങ്ങളിൽ അതിനൊന്ന് ക്ലീനാക്കുക, അതിനോടൊന്ന് സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ കെയറിങ് വേണം നമ്മുടെ ചെടികൾക്ക്. തീർച്ചയായിട്ടും അവർ തിരിച്ച് നമുക്ക് സന്തോഷം തരും, ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ, ചെടികളെയും പൂക്കളെയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് എന്നെയും കൂടെ കൂട്ടണേ. നിങ്ങളുടെ ഒരു ലൈക്കും കുഞ്ഞു അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.